ജിമ്മ് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബീച്ചിൽ പോകാന്നുള്ളൊരു പ്ലാൻ ഇട്ടെ. കുറേ ആയിട്ട് പോയത്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ പോയിട്ട് ബീച്ചിൽ ഇരിക്കാറുണ്ട്. ആദർശേട്ടൻ ഓക്കെ പറഞ്ഞതും ഞാൻ വേഗം പോയി കുളിച്ച് മാറ്റി വന്നു കേട്ടോ. പിന്നെ ഇത് ആദർശേട്ടൻ ഷൂ തപ്പാട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഷൂ ഇട്ട് വെച്ചേക്കുന്നത്. എൻ്റെ ഈ ടോപ്പ് കുറേ പേര് പറഞ്ഞു നല്ല ഭംഗിയായിരുന്നു, കുറച്ച് പേര് പറഞ്ഞു ഇതിരുമ്പോൾ നല്ല തടി തോന്നിക്കുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ആദർശേട്ടൻ ഇതാ പിന്നെ ഷൂ ഒക്കെ ഇട്ട് ഞാനും ഇതേ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ആദർശേട്ടൻ വണ്ടിയും ഇരുന്നിട്ട് ചേട്ടന് കുറച്ച് പിക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. പോണ വഴിക്ക് തൊണ്ടയാടൊക്കെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്ങനെ പ്രത്യേകിച്ച് ഇടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബീച്ചിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഗൈസ്. അത് കാരണം അവിടെ ഒടുക്കത്തെ തിരക്കാടുന്നു. ബീച്ചിൻ്റെ അവിടെ കുറേ നേരം നിന്നു കേട്ടോ. പിന്നെ ഹെൽമെറ്റൊക്കെ ആദർശേട്ടൻ സേഫ് ആക്കി വെച്ചു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. ഇവിടെ വലിയൊരു സ്റ്റേഡിയം ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നിറച്ച ആൾക്കാരുണ്ട് ബീച്ചിൻ്റെ പുറത്ത്, റോഡ് സൈഡിലാണ് നിറയെ ആൾക്കാർ. പിന്നെ നമ്മുടെ പോലെ കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു പട്ടം പരത്തുണ്ട്, ഇങ്ങനെ കപ്പലാണ്ടി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതേ കപ്പലാണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും തല്ലുകൂടേണ്ടതിന് ഒരു കാരണമേ ഉള്ളൂ, ഇത് എന്തെങ്കിലും കോള് വരും. പിന്നെ ആദർശേട്ടൻ അതിൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കും. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നും തല്ലുകൂടി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഒരു സർബത്തും അതുപോലെ തന്നെ പപ്പായൊക്കെ ആദർശേട്ടൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് നോർമൽ സർബത്തും ആദർശേട്ടനും വിത്തൗട്ട് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഞാൻ പിന്നെ കുറച്ച് മധുരം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ തീരെ വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുറേ നേരം കടലൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബീച്ചിലൂടെ പാര നടക്കുക. അത് നല്ലൊരു വൈബല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ ഇതേ മോഹൻലാൽ ആവാൻ നോക്കിയതാട്ടോ ആള്, പക്ഷെ കുറച്ച് ചീറ്റിപ്പോയി. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് എത്തിയപ്പോഴേക്കും ഇതേ ഈ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ നിറച്ച ആൾക്കാരായിട്ടോ. കുറെ കസാരിയും പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ ഇറക്കിയപ്പോൾ അവിടെ ഹെവി തിരക്ക്, നിറച്ച ആൾക്കാർ. കേരളം പ്രദർശന വിപണമേള എന്നൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഘോഷയാത്ര ഉണ്ടോ. പിന്നെ ഇതേ നമ്മുടെ ബഷീർ, അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ കുറേ നേരം പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദർശയുടെ അടുത്ത് പറയും വി ആർ ട്രാപ്ഡ് എന്ന്. പിന്നെ പല യൂണിഫോമിലും കുറേ ചേച്ചിമാര്, അതുപോലെ നിറയെ ആൾക്കാർ കേട്ടോ. അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു കേട്ടോ, മക്കളെ നിങ്ങൾ ഇങ്ങനെ നിൽക്കാച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, അഞ്ഞും ആൾക്കാർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്നു. പിന്നെ നമുക്ക് തോന്നി ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ നിന്ന് പോകുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പ് അടിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ കൗസർ കുഴിമന്തി കഴിക്കാനായിട്ട് പോയത്. എനിക്ക് വേണ്ടാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാണ്, പക്ഷേ ആദർശേൻ്റെ മന്തി വേണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. കുറേ ആയി നമ്മൾ കഴിച്ചിട്ട് മന്തി കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതേ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാതെ പോവാറില്ല കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് കൊണ്ട് ആര്യാന്നൊക്കെ എഴുതിയിട്ട് ആദർശേട്ടൻ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ 100 വട്ടം മടി കൂടിയുണ്ട്. അതിനിങ്ങനെ ഞാൻ സോപ്പിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെക്കുന്നുണ്ട്. പൂവല്ല സാലഡ് വെച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ മന്തി വന്നു. അങ്ങനെ പേരിന് ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. പക്ഷെ പണ്ടത്തെ പോലെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഒക്കെ നമ്മൾ ബാക്കി വെക്കാട്ടോ ചെയ്തേ. അങ്ങനെ നമ്മൾ വേഗം പോവാട്ടോ റീനമ്മേനെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നടന്നില്ല ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ബ്ലോക്കൊക്കെ കിട്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹെൽമെറ്റൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടാട്ടോ വീട്ടിൽ പോയത്.